ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീയിൽ നിന്ന് പുരുഷന് ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലൊന്നാണ് കൺട്രോൾ ചെയ്യുന്നത് പുരുഷന് ഇഷ്ടമല്ല. ഇപ്പോൾ നമ്മൾ ഒരു പുരുഷനോട് നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞ് നമ്മളിലേക്ക് മാറ്റാം. എല്ലാ സാധാരണ അമ്മായിയമ്മമാരും നാത്തൂമാരൊക്കെ പറയാറില്ലേ, അവനിപ്പോൾ അവള് പറയുന്ന സ്ഥലത്തേ കേൾക്കത്തുള്ളൂ, അതേ അനുസരിക്കത്തുള്ളൂ എന്ന്. അങ്ങനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഭാര്യ പറയുന്നത് പോലെ നമുക്ക് അനുസരിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ കൺട്രോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ കൺട്രോളിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഭാവിയിൽ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ഭാര്യയുടെ സ്നേഹമാണെന്ന് മനസ്സിലായാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ കൺട്രോൾ ചെയ്യുകയാണ് എന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ പുരുഷൻ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ എവിടെ പോകുന്നു, എപ്പോൾ വരും, ആം, അധികം രാത്രിയാകാതെ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ കഥ അടയ്ക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ അധികാരത്തിന്റെ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊരു മകനെ പോലെ ഒരു കുട്ടിയെ പോലെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്കത് ദേഷ്യമുണ്ടാവുകയും അതിന് എതിരായി പ്രവർത്തിക്കാൻ അവരെ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് പറയും, വല്ലപ്പോഴും ഒക്കെയാണ് അദ്ദേഹം മദ്യപിക്കത്തുള്ളൂ, എന്നാലും സുഹൃത്തുക്കളൊക്കെ കൂടുമ്പോഴത്തേക്ക് മദ്യപിക്കാൻ പോകും, അല്ലെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൂടുന്നത് ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവ് മദ്യപിക്കാൻ പോകുന്ന ഇഷ്ടമല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ പോകുന്നതായ അവസരത്തിൽ ആം, പോകുമ്പോഴേ അറിയാം, ഭാര്യയ്ക്ക് അറിയാം അവിടെ പോയി എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി പറയും, നേരത്തെ വരണം കേട്ടോ, ഞങ്ങൾ നേരത്തെ ഉറങ്ങും, കൊച്ചിന് നാളെ പരീക്ഷ ഉള്ളതാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഓരോന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പം തന്നെ പല കൺട്രോൾ വയ്ക്കും. അത് കഴിഞ്ഞ് അവിടെ പോയാൽ ഒരുവിധം അവർ തിരിച്ചു വരാറുള്ള സമയമാകുമ്പോഴത്തേക്കും വിളിക്കും, 7:30 കേട്ടോ, ഇനി ഇവിടെ വന്നാൽ ഞങ്ങൾ കഥ അടയ്ക്കാൻ പോവുക, 8 മണിയായി കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിളിക്കും. അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് കൂട്ടുകാരും കളിയാക്കും, വരുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ വരുന്നുണ്ട്, വാർഡന്റെ വിളി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ്, കുറച്ചുകൂടെ കൂടുതൽ മദ്യപിക്കാനും ഇവിടെ വന്ന് അവരുമായിട്ട് വഴക്കുണ്ടാക്കാനും, നീ എന്നെ നിയന്ത്രിക്കാൻ ആരാ, നീ എൻ്റെ അമ്മയാണോ, നീ ഭാര്യയായിട്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം എന്തായാലും വഴക്കായിരിക്കും. അപ്പോൾ ശരിയാണ്, ഭാര്യ എന്ന നിലയിൽ അവർക്കത് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ രീതിയിൽ പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാകുകയും പിന്നെ ആ വഴക്കിന്റെ പേരിൽ ഒരാഴ്ചത്തോളം പിന്നെയും വഴക്കുണ്ടാകുകയും ചെയ്യും എന്നല്ലാതെ പ്രയോജനമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇനി പോകുമ്പോൾ ഒന്ന് വിളിക്കാതിരുന്ന് നോക്ക്, നമുക്ക് എങ്ങനെയാണ് പ്രതികരണം എന്നറിയാം, പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയാതിരുന്ന് പോകാൻ നേരത്ത് പുള്ളിക്കാരി വിഷമിച്ച് വെറുതെ മിണ്ടാതെ നിന്നു. കുറേ നേരമായിട്ട് പുള്ളിക്കാരി വിളിക്കാത്തപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, എന്താണാവോ ഇന്ന് ആരുടെയും അമ്മയുടെ മക്കളുടെ ഒന്നും വിളി വന്നില്ലല്ലോ എന്ന് ചോദിച്ചു എന്നും. അദ്ദേഹം അവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം എളുപ്പം തിരിച്ചു വരികയും ചെയ്തു. അതായത് സാധാരണയേക്കാൾ വേഗത്തിൽ വരികയും അന്ന് വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല, ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അതേസമയം നിങ്ങളിപ്പോൾ വരണം, വന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വരട്ടുമ്പോൾ ആ രീതിയിൽ കൺട്രോൾ വരുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പൊ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഏത് കാര്യവും നല്ല ഭാഷയിൽ, കണ്ടോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് വിഷമമായി, മോക്ക് സങ്കടമായി, ഇങ്ങനെയെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ഇത്ര മണിക്ക് എത്തിക്കണം, ഇങ്ങനെ പോകണം, അങ്ങനെ പോകാൻ പാടില്ല, എപ്പോൾ തിരിച്ചു വരും, ഇപ്പം എങ്ങോട്ടാ പോണേ, ആരെയാ കാണുന്നത്, ഇങ്ങനെയെന്നൊക്കെ ഉള്ള നമ്മുടെ ചില ക്വസ്റ്റ്യൻസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമത്, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതായത് ഇപ്പൊ പല ആൾക്കാരും പറയും, എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യും, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഇമോഷണൽ ഇന്റലിജൻസ് കുറവായതുകൊണ്ട് ചില മണ്ടത്തരങ്ങളൊക്കെ അവർ കാണിക്കും, ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ചില കാര്യങ്ങൾ സ്ത്രീകളുടെ അത്രയും ചിന്തിക്കത്തില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ സ്ത്രീ ചിന്തിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് പുരുഷൻ കണക്കിലെടുക്കത്തില്ല. അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്നൊക്കെ സ്ത്രീ പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഈ മണ്ടത്തരം കാണിക്കുമോ, നിങ്ങളുടെ അത്രയും ബുദ്ധിയില്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ നമ്മൾ അറിയാതെ പറയും. സ്ത്രീ ഇത് പറയുന്നതിൽ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലൊരു മണ്ടനെ കണ്ടിട്ടില്ല എന്നുള്ളതൊന്നും അർത്ഥമാക്കുന്നില്ല, ആ പറയുന്ന ഒഴുക്കിനങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ചെറിയ എന്താ പറയുക, ഈ അടുക്കളയിൽ നിന്ന് വെള്ളം പോകുന്ന പൈപ്പ് പൊട്ടി. അപ്പോൾ പൈപ്പ് പൊട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് അത് റെഡിയാക്കാൻ പറ്റില്ല. ഭർത്താവ് വന്നപ്പോഴത്തേക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു,
അപ്പോൾ പുള്ളിക്കാരൻ അത് എന്തൊക്കെയോ നോക്കിയിട്ട് അത് ശരിയായില്ല. ഒന്നാമത് പുള്ളി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സർജനാണ്, സർജറിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി വന്നതാണ്. എന്തൊക്കെയോ ചെയ്ത് പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ അടുക്കള മുഴുവൻ വെള്ളമായി. അത് കഴിഞ്ഞ് പിന്നെ അവർ ശരി ഇനി ശരിയാക്കുന്ന ഒരാളെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മോൻ അവിടെ വന്ന്. അപ്പോൾ അവൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ അവർ ഒന്ന് സഹായിച്ചു കൊടുത്തു, കൊച്ചച്ഛനെ ഒന്ന് സഹായിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ ചെറിയ സിമ്പിൾ കാര്യമായിരുന്നു, ആ കുട്ടിക്ക് അത് അറിയാമായിരുന്നു, അവരത് ക്ലിയർ ചെയ്തു. അപ്പോൾ വൈഫ് പറയാണ്, ഇതാണ് പറയുന്നത്, ഒരു ചെറിയ പൈപ്പ് ശരിയാക്കാൻ പോലും നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളെ ആരാ ഡോക്ടറാക്കിയത്, നിങ്ങളൊക്കെ എങ്ങനെ ഡോക്ടറായി, എങ്ങനെയാണോ എന്തോ മനുഷ്യന്മാരുടെ ദേഹം ശരിയാക്കുന്നത്, അവരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അവരൊക്കെ രക്ഷപ്പെടുന്ന എന്നൊക്കെ പുള്ളിക്കാരി വെറുതെ പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, എന്താ നമ്മള് MBBS പഠിപ്പിക്കുമ്പോഴത്തേക്ക് പൈപ്പ് ശരിയാക്കാനാണോ മേഡം പഠിപ്പിക്കുന്നത്? MBBS പഠിപ്പിക്കുമ്പോൾ MBBS അല്ലേ പഠിപ്പിക്കുന്നത്? എന്തൊക്കെ വിവരക്കേടാ എന്നെ പറ്റി പറയുന്നതെന്നറിയാം. ഒരു ചെറിയ പൈപ്പ് റെഡിയാക്കാൻ പോലും നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ ഭർത്താവിന്റെ മഹത്വം അറിയാവുന്ന ആള് തന്നെയാണ്. പുള്ളി അത്രയും നല്ല ഫേമസ് ഡോക്ടർ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളിക്കാരി ആ പൈപ്പ് റെഡിയാക്കാൻ പോലും അറിയത്തില്ല എന്നുള്ളത് ഒന്ന് എക്സാജറേറ്റ് ചെയ്തതാണ്. അപ്പം അവർ ചെയ്ത ജോലിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഇതാക്കി പറയുന്നു, കൊച്ചാക്കി പറയുന്നു എന്ന് പറയുന്നത് അവർക്കത് സഹിക്കത്തില്ല. എന്നാൽ സ്വയം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ചിന്തിച്ചാൽ മതി, ഞാൻ ഇത്ര വലിയ, ഞാൻ ആരാണെന്ന് എനിക്കറിയാമല്ലോ, പൈപ്പ് നന്നാക്കുന്നത് എൻ്റെ ഭാഗമല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ വക ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവർക്ക് വിഷമമുണ്ടാക്കും. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവരെ എൻകറേജ് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ എൻകറേജ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവർ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മളിലേക്ക് നമ്മൾ പറയുന്നത് നല്ല രീതിയിൽ ആ മെസ്സേജ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം. ഇങ്ങനെ സാധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു ഭാര്യ എന്ന നിലയിൽ നല്ലതും ചീത്തതും പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം ഭാര്യയ്ക്കുണ്ട്. സ്ത്രീക്ക് പല കാര്യങ്ങളും പുരുഷനേക്കാൾ ചിന്തിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ഈ രീതിയിൽ വേണം നിങ്ങളത് കൺവേ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിഷയുന്നു. ബൈ.